ബ്രഹ്മപുരത്ത് BPCL കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചതിനു പിന്നിൽ നിർണായക ഇടപെടൽ നടത്തിയതാര്? ബ്രഹ്മപുരത്തെ ഉദ്ഘാടന വേദിയിൽ തന്നെ പ്ലാന്റിനെ ചൊല്ലി അവകാശ തർക്കവും തുടങ്ങി. കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെയാണ് പൊതുമേഖലാ സ്ഥാപനമായ BPCL CBG പ്ലാന്റ് സ്ഥാപിച്ചതെന്നും അതിൽ രാഷ്ട്രീയമല്ലാത്ത ഇടപെടലുകൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയത് അറിയാതെ പോകരുതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. 2023 മാർച്ച് 12-ന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെത്തിയ കേന്ദ്രമന്ത്രിയോട് ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും മോദി 2.0 സർക്കാരാണ് പദ്ധതി നടപ്പാക്കിയതെന്നും പറഞ്ഞ സുരേഷ് ഗോപി ഇരുവർക്കും നല്ല കയ്യടി നൽകണമെന്നും സദസ്സിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അമിത്ഷാ വരുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ബ്രഹ്മപുരത്തെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നുവെന്ന് മന്ത്രി MB രാജേഷ് തിരിച്ചടിച്ചു. CBG പ്ലാന്റിലുള്ള താൽപര്യം മന്ത്രി P രാജീവിനെയാണ് BPCL ഏൽപ്പിച്ചത്. തുടർന്ന് രാജീവ് തന്നെ വിളിക്കുകയും തിരുവനന്തപുരത്ത് BPCL പ്രതിനിധികളുമായി ചേർന്ന് പദ്ധതി പ്രഖ്യാപിക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് വരാൻ പോകുന്ന മറ്റ് CBG പ്ലാന്റുകളുടെ ക്രെഡിറ്റ് ആരാണ് എടുക്കേണ്ടതെന്നും മന്ത്രി ചോദിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യടി ലഭിക്കുന്നുണ്ടെന്നും കയ്യടി ചോദിച്ചു വാങ്ങേണ്ടി വരാറില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ഇത്തരമൊരു പദ്ധതിയുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇരു സർക്കാരുകളും തമ്മിൽ ചർച്ച നടത്തി പദ്ധതി എളുപ്പത്തിൽ നടപ്പാക്കാമായിരുന്നുവെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു.